നമസ്കാരം, JB ജംഗ്ഷനിലേക്ക് സ്വാഗതം. മലയാള സിനിമയെ ലോക സിനിമയുടെ ചക്രവാളത്തിലേക്ക് ആനയിച്ച ശ്രീ അടൂർ ഗോപാലകൃഷ്ണനായിരുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അതിഥി. ശ്രീ അടൂരുമായി ചേർന്ന് അദ്ദേഹത്തിന്റെ സിനിമാ സബരിയിലൂടെയുള്ള പ്രയാണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു സംഗീതത്തിന്റെ ഒരു പ്രത്യേക അവസ്ഥ, അത് ഈ സിനിമയിൽ എഴുന്നേൽക്കുന്നത് ഒരു പക്ഷേ പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്യുന്നതാണ്. എനിക്ക് തോന്നുന്നു MBS ആണ് താങ്കൾ ഇതിൽ സംഗീത സംവിധായകനായി കൊണ്ടുപോകുന്നത്. സ്വയംവരം മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുന്നത്. കുടിയേറ്റം ചെയ്തപ്പോൾ പറഞ്ഞു എന്നെ തൊഴിലില്ലാതാക്കിയല്ലോ എന്ന് ചോദിക്കുക. ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇല്ലല്ലോ. പിന്നെ പടം കണ്ടോ പറഞ്ഞില്ല, ഇതിനകത്ത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ പറ്റത്തില്ല. MBS കൃത്യമായിട്ടും ഞങ്ങൾ തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നു. വളരെ സംഗീതത്തിനെ പറ്റി അറിയാവുന്ന ഒരാൾ, പക്ഷെ ജീവിതത്തിലും നല്ലൊരു മനുഷ്യൻ. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ബന്ധങ്ങൾ ഞങ്ങൾ തമ്മിൽ അടുത്ത ബന്ധം. കാഴ്ചപ്പാട് എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ തമ്മിൽ യോജിക്കുമായിരുന്നു. വിയോജിപ്പുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സംഗീതത്തെ പറ്റി എനിക്കിപ്പം സംഗീതം എക്സ്പ്ലെയിൻ ചെയ്യാൻ എനിക്ക് അറിഞ്ഞൂടാ, എങ്ങനെ വിശദീകരിക്കണമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ കൃത്യമായിട്ട് എന്താണ് എനിക്ക് വേണ്ട സംഗീതം എന്ന് എനിക്കറിയാം. സാറിന് ഫീൽ ചെയ്യും എനിക്കത് ഫീൽ ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇന്നത് വേണം, ഇന്നതുപോലെ വേണം നമുക്ക് എന്നൊക്കെ പറയുമ്പോൾ കൃത്യമായിട്ട് അത് പിടിച്ചെടുക്കാൻ. ഈ സിനിമയിൽ തന്നെ ചില മുഹൂർത്തങ്ങളിലെ സംഗീതം താങ്കൾക്ക് സ്വപ്നത്തിൽ കിട്ടിയതാണെന്ന് ആരോ പറഞ്ഞു. അതെ, ഉറക്കത്തിൽ കിട്ടിയതാണ്. അത് താങ്കൾ എങ്ങനെയൊക്കെയോ സ്ട്രഗിൾ ചെയ്ത് പറഞ്ഞ് മനസ്സിലാക്കി. ഒരു ദിവസം മുഴുവൻ ഞങ്ങൾ റെക്കോർഡ് ചെയ്തു. നേരത്തെ ഉദ്ദേശിച്ച പോലൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് വൈകുന്നേരം പോയി കിടന്നപ്പോൾ എനിക്ക് മനസ്സിൽ വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. വൈകുന്നേരം അത് കേട്ടപ്പോഴേ എന്നിട്ട് രാത്രി ഞാൻ ഉണർന്നിട്ട് ഈ മ്യൂസിക്കുമായിട്ടാണ് ഉണരുന്നത്. ഞാൻ അത് പിന്നെ നേരം വിളക്കും. ഞാൻ പിന്നെ ഉറങ്ങിയിരുന്നു. തിരിച്ച് പിന്നെ പോയി കിടന്നു കഴിഞ്ഞാൽ മറന്നു പോകുന്ന വിചാരിച്ചിട്ട് പിന്നെ ഉറങ്ങാൻ പോയില്ല. അങ്ങനെ തന്നെ പിടിച്ചോണ്ട് വന്നു. നേരം വെളുത്തതും MBS വിളിച്ചു. ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു സാർ? അത് നമുക്ക് നൈസായിട്ടൊക്കെ പറഞ്ഞു കൊടുത്തു. അതൊക്കെ അദ്ദേഹം അത് ഗ്രാബ് ചെയ്തു. അങ്ങനെ വളരെ ചെറിയ ഒരുപാട് എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സ്പെരിമെന്റേഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ്. അദ്ദേഹം ശരിക്കും എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട് ആ മ്യൂസിക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സാധാരണ സ്പീഡിൽ റെക്കോർഡ് ചെയ്ത ഒരു മ്യൂസിക് സാധാരണ ഇൻസ്ട്രുമെൻസ് ഒക്കെ വെച്ച് ചെയ്ത് അത് വേറൊരു സ്പീഡ് ഞങ്ങൾ പ്ലേ ചെയ്തു. നല്ല നേർത്ത ഒരു ശബ്ദം ആ ലോവർ സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ നല്ല നേർത്ത ശബ്ദം വളരെ ഘനഗംഭീരമായിട്ട് വരും. തിരിച്ചു ആകും. ഘനമായിട്ട് റെക്കോർഡ് ചെയ്തത് നമ്മൾ വളരെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ പോകും. അപ്പോൾ ആ ക്യാരക്ടറിസ്റ്റിക്സ് മുഴുവനും ഞങ്ങൾ ഇത് ഈ റെക്കോർഡറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് പ്ലേ ചെയ്ത് ഉണ്ടാക്കുമായിരുന്നു. അതാണ് ആ സംഗീതം. വേറെ എങ്ങും നമുക്ക് കേൾക്കാൻ നോക്കുകയില്ല. പിന്നെ മ്യൂസിക്, ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മ്യൂസിക് അല്ലെങ്കിൽ തന്നെ വളരെ പ്രധാനമാണ്. ഈ ഏതേതോ ഊർന്ന് വീഴുന്നു എന്ന് തോന്നലുണ്ടാക്കത്തക്കൊണ്ടുള്ള മ്യൂസിക്കാണ് വേണ്ടതെന്ന് ഞാൻ ഇങ്ങനെ ഊർന്ന് വീണുകൊണ്ടിരിക്കുന്നു. അതൊരു അൺഫിനിഷ്ഡ്, അത് പൂർത്തിയാക്കാത്തൊരു വാചകം പോലെ ഇങ്ങനെ ഹാങ് ചെയ്യണം. താഴെ വീഴരുത്. മഴ താഴെ വീഴുന്നില്ല. അതുപോലെ വേണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു മ്യൂസിക്. എന്നിട്ട് എന്നോട് പറഞ്ഞു നമ്മുടെ മ്യൂസിക് വളരെ സ്പെഷ്യലാണ്, ആർക്കും ഇത് ഹം ചെയ്യാൻ നോക്കുകയല്ല. സാധാരണ മ്യൂസിക്കുള്ള പ്രത്യേകതയാണ്, ആളുകൾക്കൊന്ന് മൂളാൻ പറ്റും. അത് സാധിക്കില്ല, ആരും വിചാരിക്കേണ്ടത് മൂളാവുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു മ്യൂസിക് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നു. ഒരു DK, ഒരു റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ചില ഭാവങ്ങൾ ഇതെല്ലാം അതിനകത്തൂടെ കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. ചെലങ്ക, അങ്ങനെയുള്ള 2-3 ഇൻസ്ട്രുമെൻറ്റ്സ് ആണ്. ചെലങ്ക ഇങ്ങനെ കിളുക്കിയിട്ടത് അതങ്ങോട്ട് വളരെ സ്ലോ മോഡിൽ ഓടിക്കുമ്പോൾ അതുണ്ടാക്കിയതിന് ചിലം ശബ്ദം ഉണ്ടാക്കുന്നു. അങ്ങനെയുള്ള ശബ്ദം ഉണ്ടാക്കിയിരിക്കുന്നു. നമുക്ക് ഒരുപാട് സംതൃപ്തി പറഞ്ഞൊരു മ്യൂസിക്കായിരുന്നു. വളരെ ആപ്റ്റായിട്ടുള്ള മ്യൂസിക്. അത് മ്യൂസിക് ശ്രദ്ധിക്കപ്പെട്ടു, എല്ലായിടും ലോകം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ അടുത്ത സിനിമ നല്ല വിമർശനങ്ങൾ സാറ് അഭിമുഖീകരിച്ചു. ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു സിനിമയ്ക്ക് ഇത്രയധികം വിമർശിക്കപ്പെട്ടിട്ടില്ല. പടം കാണാത്തവരാണ് അധികം വിമർശിച്ചത്. കാരണം ആരെങ്കിലും പറഞ്ഞു കേട്ടിട്ടാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ ചിത്രമായിട്ട് കേരളത്തിൽ ഇത് മുദ്രകുത്തപ്പെട്ടു. അതെ, അതായത് പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ തുടങ്ങിയ ഒരു വിമർശനം ആണ്. പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു പടത്തെ പറ്റി അങ്ങനെ തീരുമാനം എടുക്കുന്നത്. നമ്മൾ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് കണ്ടിട്ടാണ്? ഒന്നാമത് നമ്മളൊരു ഓർഡറിലല്ല ഷൂട്ട് ചെയ്യുന്നത്, അവിടെ ഇവിടെയൊക്കെയുള്ള രംഗങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോഴേ തന്നെ ഇത് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിട്ട് ഇതിനെതിരായിട്ടൊരു ക്യാമ്പയിൻ അങ്ങോട്ട് തുടങ്ങി. പലരും അത് ആത്മാർത്ഥമായിട്ട് വിശ്വസിച്ചാണ്ട് ഒരു എഗൻസ്റ്റ് ആയിട്ടുള്ള ഇതാണെന്ന്. അങ്ങനെയൊന്നും അല്ല പടം. പടം നേരെ കണ്ട ബുദ്ധദേവ് ഭട്ടാചാര്യ, അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയാണ് വെസ്റ്റ് ബംഗാളിൽ. എന്നോട് ചോദിച്ചു, വാട്ട് ഈസ് ദ പ്രോബ്ലം, എന്താ നാട്ടിലെ പ്രശ്നം എന്തോ ഈ പടത്തിന് എന്നോട് ചോദിച്ചു. വി വെൽക്കം എ ഫിലിം ലൈക്ക് ദിസ്, വാട്ട് ഈസ് ദ പ്രോബ്ലം, എന്താ നാട്ടിലെ പ്രശ്നം എന്ന് ചോദിച്ചവിടെ. എന്തിനായിരുന്നു ഈ പ്രശ്നമൊക്കെ? അങ്ങനെ നല്ലൊരു കലാരസികനാണ്. പിന്നെ
കേരളത്തിൽ പക്ഷേ PG ഉൾപ്പെടെയുള്ള ആൾക്കാർ ഈ സിനിമയ്ക്കെതിരെ PGക്കൊക്കെ തെറ്റിദ്ധാരണ ഉണ്ടാക്കിയതാണ്, നേരത്തെ തന്നെ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചതാണ്. നമ്മളിപ്പോൾ ഒരു ഇന്നതാണ് നമുക്കെതിരായിട്ടുള്ള ഒരു സാധനമാണ് പടം എന്ന് പറഞ്ഞിട്ട് പോയി ഇരിക്കുമ്പോൾ അതാ കാണുന്നത്. അത് പടത്തിന് നമ്മൾ ഏത് സിനിമയായിക്കോട്ടെ അത് നമ്മൾ ആ പടം ചെയ്യാൻ നിങ്ങളോട് എങ്ങനെയാണ് സംവദിക്കാൻ ആഗ്രഹിക്കുന്നു, ഒരു മുൻവിധിയോടെ പോകരുത് ഒരിക്കലും പാടില്ല. അങ്ങനെയാണ് നമ്മൾ തെറ്റായ തീരുമാനങ്ങളിൽ എത്തുന്നത്. ആ പടത്തിന് എന്തോ പറയാനുണ്ട് നിങ്ങളോട്, അത് നിങ്ങൾ അതുമായിട്ട് സംവദിക്കുക. അത് നിങ്ങൾ അനുവദിക്കുന്നില്ല. അവിടെ പോയിട്ട് ഇന്നതില്ലല്ലോ അതില്ലല്ലോ ഇതല്ലല്ലോ എന്നിട്ട് ഇവിടെ നമ്മൾ സദ്യക്ക് പോയിട്ട് സാമ്പാറിൽ ഇതില്ലല്ലോ എന്ന് പറയുന്നു, മറ്റേതില്ലല്ലോ. അപ്പോൾ അയാൾ ശരിക്കും ഉണ്ണാൻ സാധിക്കല്ലേ? അയാൾ ആസ്വദിക്കാൻ കഴിയും. അയാൾക്ക് പരിചയമുള്ള ഒരു പ്രത്യേകതരം സാമ്പാർ വേണം അയാൾക്ക്, എന്നാലേ അയാൾക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. ഒരിക്കലും ആസ്വദിക്കാൻ പറ്റിയല്ല. സംഗീതം അദ്ദേഹത്തിന് പടത്തിലൊന്നും പാട്ടില്ല, ഒരു സിനിമയിലും ഒരു പാട്ടുണ്ട് ഇതുവരെയുള്ള പടങ്ങളിലും. പക്ഷേ സംഗീതം ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പാട്ട് സിനിമയിൽ ആവശ്യമെല്ലാം തോന്നിക്കാണും അദ്ദേഹത്തിന്, അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. പക്ഷേ സംഗീതം വിധത്തിൽ എവിടേക്ക് ഉപയോഗിക്കണം എന്ന് കൃത്യമായി പല പടങ്ങളിലും അത് തെളിയിച്ച് കാണിച്ചിട്ടുമുണ്ട്. ഒരു ആർട്ടിസ്റ്റ് അങ്ങനെ സംസാരിക്കുന്ന രീതികളും അല്ലെങ്കിൽ അതായത് ആ കഥാപാത്രം അനുസരിച്ച് ഒരാൾ കൈയെടുക്കുന്നത്, നടന്നു പോകുന്നത്, ഇതിനൊക്കെ ഒരുപാട് ചില കാര്യങ്ങൾ വളരെ സൂക്ഷ്മ ദൃഷ്ടിയോടുകൂടിയാണ് അദ്ദേഹം അതെല്ലാം നോക്കുന്നത് കാണുന്നതൊക്കെ. അപ്പോൾ ആ മുഖാമുഖത്തിൽ അഭിനയിക്കുന്ന സമയത്ത് ഞാൻ നടന്നു മുണ്ട് ഞാനിങ്ങനെ പിടിച്ചു. സാറിന് നാച്ചുറലി നമ്മളൊക്കെ നടന്നു മുണ്ട് പിടിക്കും, ഇങ്ങനെ ഒരു സൈഡ് പിടിക്കുമല്ലോ, അങ്ങനെ പിടിച്ചാൽ അത് പറഞ്ഞു അത് പിടിക്കണ്ട, അങ്ങനെ മുണ്ടയിൽ അങ്ങനത്തെ ഉണ്ടാകും. അപ്പോൾ എന്താണെന്ന് പറയുമ്പോൾ ആ സിനിമയിൽ അങ്ങനെ പോകുമ്പോൾ സാധാരണ ഇപ്പോൾ ഒരു യൂഷ്വലായിട്ടുള്ള ക്യാരക്ടറായി പോകും. എന്നോട് പറഞ്ഞു, ഞാൻ ചോദിച്ചു അർത്ഥം ചോദിച്ചു എന്താണ് ഉദ്ദേശം ചോദിച്ചു. അപ്പം അങ്ങനെ ആ ക്യാരക്ടറിൻ്റെ ഒരു ശക്തി അത് പോകുന്നു, അത് പിടിക്കേണ്ട, അത് സ്ഥിരം ഒരു ക്യാരക്ടർ പോകുന്നു, അത് വേണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കത് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും വളരെ കൃത്യനിഷ്ഠയോടെയും സിനിമയുടെ കാര്യങ്ങളാണ് ശരി കൃത്യനിഷ്ഠ, കറക്റ്റ് സമയത്ത് ഷൂട്ടിംഗ് തുടങ്ങുക, ഒരു ചാർട്ട് ഒക്കെ കൃത്യമായിട്ട് അത് ഉണ്ടാക്കി വെച്ച് സിനിമ മാത്രമേ അദ്ദേഹത്തിന് ഉള്ളൂ. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ഇത്തരം ചില ക്വാളിറ്റീസ് അത് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ളൊരു മനുഷ്യൻ തന്നെയാണ്, വലിയ വലിയ കലാകാരൻ. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ മലയാള സിനിമയും ഈ മലയാള സിനിമ അദ്ദേഹം ഉണ്ടാക്കിയ മലയാള സിനിമ കേരളത്തിന് പുറത്ത് ഇന്ത്യയിലും അതിനെ പുറത്ത് വിദേശ രാജ്യങ്ങളിലും ഏറ്റവും കൂടുതൽ അപ്രീസിയേഷൻ കിട്ടുന്നതും ഒരു ലോകോത്തര സംവിധായകനായിട്ട് മാറിയതും ഇത്തരമുള്ള വലിയ വലിയ ഗുണങ്ങൾ കൊണ്ട് മാത്രമാണ്. അദ്ദേഹത്തിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. അശോകൻ താങ്കളുടെ സ്നേഹത്തിന് പാത്രമായിട്ടുള്ളൊരു നടനാണ്, പല സിനിമകളിലും വന്നു. അതെ 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 ഈ ഒരു പടത്തിലെ അനന്തരത്തിലെ നായകനാണ്. അതെ, മമ്മൂട്ടിക്ക് ഒരു സെക്കൻഡ് റോളേ ഉള്ളൂ. പക്ഷേ ഈ നേരത്തെ മുഖാമുഖത്തിലെ കഥാപാത്രങ്ങൾ എനിക്ക് തോന്നുന്നു താങ്കളുടെ അനുഭവത്തിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ട്, ആ കഥാപാത്രം താങ്കളെ തേടി വന്നു. അതെ അതെ ശ്രീധരൻ ഞാൻ കാണാൻ വന്നു. ഞാനൊരു കഥാപാത്രങ്ങൾ കാണാൻ വന്നപ്പോൾ എന്ന് ഞാനൊരു ലേഖനം എഴുതിയിട്ടുണ്ട്. വായിച്ചു. ഈ രണ്ട് പടങ്ങളിലെ ഒന്ന് അനന്തരത്തിലെ കൊച്ചന്, പിന്നെ ഈ ശ്രീധരൻ. ആ ശ്രീധരൻ്റെ രൂപത്തിൽ തന്നെ ഒരാൾ എൻ്റെ വീട്ടിൽ വന്നു. നേരം വിളിക്കുമ്പോൾ ഒരാൾ വെളിയിലിങ്ങനെ വന്നു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കഥാപാത്രമാണെന്ന് പറയുന്നു. പക്ഷെ കണ്ടപ്പോഴേ സാറിന് മനസ്സിലായി കഥാപാത്രം തന്നെയാണ്. ആ കഥാപാത്രം കൂട്ട് തന്നെ ഇരിക്കുക. അതാണ് അയാൾ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. വളരെ അബ്ബാസിനെയൊക്കെ അറിയാം, ബോംബെയിലൊക്കെ ഉണ്ടായിരുന്ന പാർട്ടിയാണ്. അതൊരു വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്ഷയമാണ്. അപ്പോൾ ക്ഷയരോഗ ആശുപത്രിയിൽ പോകേണ്ടി വന്നതാണ്. എനിക്ക് 2-3 ദിവസം താമസിക്കാനുള്ള പണം വേണം, പിന്നെ ഒരു മുണ്ടും ഒരു ജുബായും വേണം. എൻ്റെ കഥാപാത്രമല്ലേ വരുന്നത്. ഞാൻ വെച്ച് കാപ്പ് കുടിച്ചാന്നോ? അല്ല. അപ്പം രാവിലെയാണ്. അപ്പം എൻ്റെ കൂടെ കാപ്പ് കുടിക്കാന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് വിളിച്ച് ഞങ്ങൾ ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. അദ്ദേഹത്തിന് ഞാൻ അകത്ത് പോയിട്ടൊരു ഉടുപ്പും ഒരു മുണ്ടും എടുത്തുകൊണ്ട് വന്ന് കൊടുത്തു. വലിയ സന്തോഷമായി. അപ്പോൾ ഞാൻ അദ്ദേഹം ഇറങ്ങപ്പോൾ ചോദിച്ചു, പേര് പറഞ്ഞില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ തിരിഞ്ഞ് നോക്കിയിട്ട് ഒരു ചിരിയോട് പറയാം, പേരോ? അങ്ങനെ പോയി. അതൊരു അടൂർ സാറിനൊരു ദേശീയ അവാർഡ് കിട്ടിയതിനേക്കാൾ വലിയൊരു സന്തോഷമായിരിക്കും. വലിയ സന്തോഷമായിരുന്നു. കാരണം അത് നമ്മൾ ചെയ്തതിൽ ട്രൂത്ത് ഉണ്ട്, നമ്മളെ പടത്തിനകത്ത് ട്രൂത്ത് ഉണ്ട് എന്നുള്ള പറഞ്ഞതിൻ്റെ അർത്ഥം. കഥാപാത്രം തേടി വരിക. അതുപോലെയാണ് അനന്തരത്തിലെ നായകൻ വന്നിട്ട് അനന്തരം 8-9 പ്രാവശ്യം കണ്ടിട്ട് ഒരു ചെറുപ്പക്കാരൻ, മലയാളിയല്ല, എന്നെ കാണാൻ വന്നിട്ട് എന്നോട് ചോദിക്കുന്നത്, എന്നെ എങ്ങനെ നിങ്ങൾക്ക് ഇത്രയും കൃത്യമായിട്ട് മനസ്സിലാക്കി ചോദിക്കുന്നു. ഈ സ്കീസോഫ്രീനിയ എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ടല്ലോ, അതിന് അവയർനെസ്സും അല്ലാതെയുള്ള അവസ്ഥ അവസ്ഥയുണ്ട്. അയാൾ എന്നെ എങ്ങനെ ഇത്രയും കൃത്യമായിട്ട് നിങ്ങളെ മനസ്സിലാക്കിയത്? ഞാൻ പേടിച്ചു പോയി. കാരണം ഈ മനുഷ്യന് അയാളങ്ങനെ അങ്ങ് വികാരത്തോട് സംസാരിക്കുകയാണ്. ഇങ്ങനെ എന്നിട്ട് എന്നെ കാണാൻ ഫോണിൽ വിളിച്ച് ചോദിച്ചിട്ടാണ് വരുന്നത്.
ഞാൻ 10 പ്രാവശ്യം സിനിമ കണ്ടു, കാണാൻ വരട്ടോ എന്ന് ചോദിച്ചു. വരാൻ പറഞ്ഞു. അങ്ങനെ വരുന്നു. പേടിച്ചു പോയി. രാത്രിയിലാണ് വരുന്നത്. പേടിച്ചു പോയി. കാരണം ഈ പയ്യൻ പോയി വല്ലതും ചെയ്താലോ എന്ന് എനിക്ക് പേടിയായിപ്പോയി. വല്ല ആത്മഹത്യ ചെയ്യോ വല്ലതും ചെയ്താൽ ഞാനും കൂടെ എന്ത് പിന്നെ ഉത്തരവാദിയാവുമല്ലോ എന്നുള്ള പേടിയായിരുന്നു എനിക്ക്. ഈ അനന്തരത്തിൽ പക്ഷേ സാർ ഒരു പാട്ടുണ്ടായിരുന്നല്ലേ? അനന്തരത്തിലെ പാട്ട് പഠിപ്പിക്കുന്നതാണ് അല്ലേ? നെയ്യാറ്റിൻകര വാസുദേവൻ ഒരു കീർത്തനം, ഒരു ഭാഗം. പാട്ട് പൂർണ്ണമായിട്ടില്ല. സ്വാമി നല്ല പിന്നെ ഒരു പാട്ടുകാരനാണ്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഡോക്ടറുടെ ഇയാളുടെ വളർത്തച്ഛൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ അദ്ദേഹം വീട്ടിൽ വരുമ്പോൾ സ്വാമിയെ ഒന്ന് പരിശോധിക്കുന്നു ഡോക്ടർ. നോക്കിയിട്ട് പറയും, യു ആർ ആസ് ഫിറ്റ് ആസ് എ ഫിഡിൽ എന്ന് പറയും. അപ്പോൾ ആ സന്തോഷത്തിൽ സ്വാമി ഒരു കീർത്തനം ചൊല്ലുന്നതാണ്. പാട്ടൊന്നും സാറിന്റെ സിനിമയിൽ വേണ്ട എന്നുള്ള ഒരു തീരുമാനം. പിന്നെ വേറൊരു രംഗം കൂടെ ഉണ്ട് പാട്ടുള്ള. ഈ പാട്ട് ഇയാൾ കുറച്ച് പഠിച്ചിട്ടുണ്ട് കൊച്ചനായിട്ടിരിക്കുമ്പോൾ. ഈ കുട്ടി അയാൾ കുളിമുറി കയറിയിട്ട് തണുത്ത വെള്ളം ദേഹത്തേക്ക് ഒഴിക്കുമ്പോഴത്തേക്ക് അയാൾ ഒരു കീർത്തനത്തിൻ്റെ ഭാഗം അയാൾ ചൊല്ലുന്നു. ഈ 2 ഭാഗത്ത് പാട്ടുണ്ട്. ആ രാഗത്തിലൊരെണ്ണം ചൊല്ലുന്നുണ്ട്. പാട്ടുകൾ വേണ്ട എന്നുള്ള സാറിന്റെ തീരുമാനം അത് സിനിമയുടെ ഒരു സ്വച്ഛന്തമായിട്ടൊരു ഫ്ലോയെ തടയുമെന്നുള്ളതുകൊണ്ടാണോ? പാട്ട് സിനിമയായിട്ട് ബന്ധമൊന്നുമില്ല. നമ്മൾ ഈ വേണ്ട വളരെ സിനിമയ്ക്ക് ബാഹ്യമായിട്ടുള്ള ഒരു സാധനമാണത്. പാട്ട്, ഡാൻസ്, കുസ്തി, ഇതെല്ലാം ഇതൊക്കെ അവിഭാജ്യമായിട്ടുള്ള ഘടകങ്ങളായിട്ടൊക്കെ മാറുകയായിരുന്നു. ഒന്ന് പ്രണയിക്കാൻ പോലും ഒരു സ്വകാര്യത ഇല്ല സിനിമയിൽ. ഇപ്പോൾ നമ്മൾ കാണുമ്പോഴേ കാമുകനും പ്രണയിനികളും എല്ലാം ഒരു 10-60 എക്സ്ട്രാസ് ചുറ്റും നിന്നിങ്ങനെ ആടിയിട്ടാണ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഭംഗികളൊക്കെ ഞാൻ കളയുകയാണ്. അതൊക്കെ വളരെ ആഭാസവൽക്കരിച്ച് ഒരു ടൈപ്പാണ്. ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു വികാരത്തെ അതങ്ങ് ടൈപ്പ് ചെയ്തു. ഒരു ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെയാണ്. ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലെയാക്കി. ഒരുപക്ഷെ സാറിന് പാട്ട് വേണ്ട, സാറിന് എന്തിനേറെ ഒരു സ്ത്രീ കഥാപാത്രം വേണ്ട, ഒരാള് വേണ്ട, ഒരു ശബ്ദം മാത്രം മതി. സാറിന് ഒന്നും വേണ്ട, പാട്ട് വേണ്ട, എക്സ്ട്രാ നടികൾ വേണ്ട, ഡാൻസ് വേണ്ട, എന്തിനൊരു കഥാപാത്രം വേണ്ട. ഈ പടം യൂറോപ്പിലൊരു ഫെസ്റ്റിവലിൽ കാണിച്ചപ്പോൾ ഒരു സൗത്ത് അമേരിക്കൻ ഡയറക്ടറാണ്, സ്ത്രീയാണ്. അവർ പടം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഡിസ്കഷൻ ഉണ്ട്, ഈ കണ്ടവരും ഡയറക്ടറായിട്ടുണ്ട്. അപ്പോൾ അവരെണീച്ച് സംസാരിക്കുകയാണ്. ഞങ്ങളുടെ ഈ നാട്ടിലെ ആണും പെണ്ണും തമ്മിൽ എല്ലാം കാണിക്കാവുന്ന എല്ലാം കാണിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു അടവില്ലാതെ മറയില്ലാതെ കാണിക്കുന്നുണ്ട്. ആ പടത്തിനൊന്നും കിട്ടാത്ത ഒരു സെൻഷ്വാലിറ്റി ഈ പടത്തിന് കൈവന്നിരിക്കുന്നു എന്ന് പറഞ്ഞു, ഇതിലെ സീക്വൻസസിന്. ഞാൻ വളരെ ഹമ്പിളായിട്ട് പറഞ്ഞു, അതിനുള്ള ക്രെഡിറ്റ് ബഷീറിനാണ് കൊടുക്കേണ്ടത്. അത്ര മനോഹരമാണ് ആ സീക്വൻസ്. അവർ അപ്പുറം ഇപ്പുറം നിന്നിട്ടുള്ള അവരുടെ സംസാരം എന്ന് പറയുന്നത്. അത് ബഷീറിനല്ല സാറെ കൊടുക്കണ്ടേ. കാരണം വെച്ചാൽ അടൂർ സാറിന് പകരം വേറൊരു സംവിധായകനാണ് ആ സിനിമ ചെയ്യുന്നെങ്കിൽ വേണമെങ്കിൽ ഒരു നടി അപ്പുറത്തുണ്ടാകുമായിരുന്നു. വേണമെങ്കിൽ അവർക്ക് അങ്ങനെ ബഷീറിനൊക്കെ പറഞ്ഞു. ചില ആളുടെ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടെന്ന് അദ്ദേഹത്തിനെ കാണാൻ ചെന്നപ്പോഴേ ഓരോ തവണയും അപ്പുറത്ത് നിൽക്കുന്ന നടിക്ക് ഓരോ പുതിയ നടികളെ കാണിക്കുമെന്ന്, നായക നടികളെ. ബഷീർ ഇമാജിൻ ചെയ്യുന്നതായിട്ട് ഇപ്പുറത്ത് നിന്നിട്ട് അതാണ് നാരായണി എന്ന് ഇന്ന് വിഭാവന ചെയ്യുന്നതായിട്ട്. എന്നോട് ചോദിച്ചു, വർഷം പടത്തിൽ ആരാ നായിക? ഞാൻ പറഞ്ഞ നായികയൊന്നും ഇല്ല എന്ന് പറഞ്ഞു. എന്നാ പടം നന്നാവും എന്ന് പറഞ്ഞു. സാർ ആശങ്കയോടെയാണ് പറഞ്ഞത് നായിക ഇല്ല എന്നുള്ളത്? അല്ല, ഞാൻ കുറച്ച് തന്നെ പറഞ്ഞു. അതുകൊണ്ടാണ് ആളുകൾ ഈ കഥ തൊടാത്തത്. ഒരുപാട് പ്രൊസീഡ് ചെയ്തിട്ട് ഒരുപാട് സംഗതി പോയിട്ട് ആ ഒരു സ്ക്രിപ്റ്റ് എഴുതി എല്ലാം ചെയ്തിട്ട് പടം എടുക്കേണ്ട സമയം വരുമ്പോഴത്തേക്ക് ആളുകൾ അത് വേണ്ടെന്ന് വെച്ചു. അങ്ങനെ ആർക്കും വേണ്ടാതെ കിടന്ന ഒരു കഥയായിരുന്നു ബഷീറിന്റെ മതിലുകൾ. പക്ഷെ താങ്കൾക്ക് തിരക്കഥ ബഷീറിന്റെ കൈ കൊടുക്കാൻ ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. അദ്ദേഹം വല്ലതും പറഞ്ഞാലേ, അദ്ദേഹം അങ്ങനെ ആയില്ല ഇങ്ങനെ വേണമെന്ന് വല്ലതും പറഞ്ഞാൽ അത് പ്രശ്നമാകും എന്നുള്ളതുകൊണ്ടാണ് അദ്ദേഹം ചോദിച്ചു എൻ്റെ അടുക്കൽ. അപ്പോൾ തിരക്കഥ എഴുതുമ്പോൾ കാണിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനും ബഷീറും എം ബഷീറായിരുന്നു, ഞങ്ങൾ ഒരുമിച്ചാണ് കാണാൻ പോയത്. ഞങ്ങൾ പിന്നെ മീരാ സാഹിബ്, ഞങ്ങൾ 3 പേരുടെ പോയി. അപ്പോൾ ബഷീർ ഞാൻ അങ്ങോട്ട് പരസ്പരം ഒന്ന് നോക്കി. ഞാൻ പുറത്തിറങ്ങിയോ പറഞ്ഞ് അങ്ങനെയുള്ള ഞാൻ എങ്ങനെ കാണിക്കാമെന്ന് പറഞ്ഞാൽ ഞാൻ കൊണ്ടുവന്ന് കാണിച്ചേ വെക്കൊണ്ട്, പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒഫൻഡ് ചെയ്യുന്നാവും. ഞാൻ ഒന്ന് ചിരിച്ചതേ ഉള്ളൂ, വേറെ ഒന്നും പറഞ്ഞില്ല. ആ ചിരിയിൽ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും വിചാരിക്കാം. അടൂർ സാറിന്റെ പടം എങ്ങനെ ആസ്വദിക്കണം തീരുമാനിക്കണം എന്ന് പറയുന്ന പോലെ ആ ചിരിയിൽ നിന്ന് ഏത് അർത്ഥം വേണമെങ്കിലും ബഷീർ എടുക്കാം. പക്ഷെ പടം തീർന്നപ്പോൾ ആദ്യം ആരെങ്കിലും കാണുന്നതിന് മുമ്പേ കോഴിക്കോട്ട് കൊണ്ടുപോയിട്ട് ബഷീറിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് അവിടെ സ്ക്രീൻ ചെയ്തു. അപ്പോൾ ഞാൻ എം ടി വാസുദേവനോട് പറഞ്ഞിരുന്നു അവിടെ ആവശ്യമുള്ളവരെയൊക്കെ ഒന്ന് വിളിച്ച് ഒന്ന് അറേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അദ്ദേഹം അതൊക്കെ എല്ലാം അറേഞ്ച് ചെയ്തു. തലേ ദിവസം നേരം വെളുത്തപ്പോൾ അദ്ദേഹം ഞാൻ താമസിച്ചിരുന്ന ഹോട്ടലിൽ വന്നു ഭാര്യയൊക്കെ ആയിട്ട് വന്നു പടം കാണാനായിട്ട്. എന്നിട്ട് ഭാര്യ പറയാണ്, മൂപ്പരിന്നലും ഉറങ്ങിയിട്ടില്ല,
സിനിമ കാണാനുള്ള ഇതിൽ എന്ന് പറഞ്ഞു. അങ്ങനെ എക്സൈറ്റ്മെൻറ്റിലാണ് വന്നേ. അവിടെ വെച്ച് എന്നെ വിഷമിപ്പിക്കുന്ന ഒരു ചോദ്യമാണെന്ന് ചോദിച്ചു. അപ്പോൾ ഈ പടം തീരുമ്പോഴേ അവസാനം ഒരു ചുവന്ന റോസാപ്പൂവും പിടിച്ചിട്ട് നായകൻ മതിലിനെ പുറത്ത് സെൻട്രൽ ലൈനിന് പുറത്ത് നിൽക്കുന്നതായിട്ടാണോ അവസാനിക്കുന്നത് എന്ന് ചോദിച്ചു. ഞാനൊന്ന് വിഷമിച്ചു. ഞാൻ പറഞ്ഞു അല്ല. പിന്നെ അതൊന്നും പറഞ്ഞില്ല. പക്ഷെ പടം തിയേറ്ററിൽ കാണിച്ച് എല്ലാവരും എണീറ്റിട്ടും ബഷീർ അവിടെ തന്നെ ഇരുന്നു. ഞാൻ പതുക്കെ അങ്ങേരെ അടുത്ത് ചെന്നപ്പോൾ അങ്ങേരുടെ കണ്ണ് നിറഞ്ഞിരിക്കുന്നു കേട്ടോ. എന്നിട്ട് പറഞ്ഞു നോട്ട് എ ഡൾ മോമെന്റ്. വിരസമായ ഒരു നിമിഷം പോലും ഇല്ല എന്നാ അദ്ദേഹം പറഞ്ഞു. അത് കഴിഞ്ഞ് ഒരു പ്രസ് മീറ്റ് ഉണ്ടായിരുന്നു. സാറ് ധൈര്യമായി. വലിയ സന്തോഷം, വലിയ ധൈര്യമായി. അത് കഴിഞ്ഞ് അവിടെ കോഴിക്കോട് ഒരു പ്രസ് മീറ്റ് വെച്ചിരുന്നു. അപ്പോൾ പ്രത്യേകിച്ച് എന്നോട് ആ പ്രസ് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ല, ബഷീറിനെ ഇവിടെ വിളിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിനെ വിളിച്ച് ഞങ്ങൾ ഒരുമിച്ചാണ് പോയത്. സകല പ്രസ്സുകാർ ചോദിച്ച സകല ചോദ്യത്തിന് ഉത്തരം അദ്ദേഹം തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടൊരു അനൗൺസ്മെൻറ്റ്, എനിക്ക് ഫാത്തിമയുടെ ആടോ മറ്റേതോ അതോ ഏത് വേണോ ഗോപാലകൃഷ്ണൻ ഫ്രീ എന്നൊരു അനൗൺസ്മെൻറ്റ്. നല്ലൊരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ അതുകൊണ്ട് ഉണ്ടായത്. പക്ഷേ ഇടയ്ക്ക് ചില എഴുത്തുകളൊക്കെ വന്നു. അതായത് താങ്കൾ ആ സൃഷ്ടിയുടെ അത്രയും വന്നില്ല സിനിമ എന്നൊക്കെ പറഞ്ഞ ചില നിരൂപണങ്ങൾ അന്ന് വന്നിരുന്നു. അതെ, ഇവർ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഒരു എഴുതിയ സാധനത്തിൻ്റെ ഒരു ട്രാൻസ്ലേഷനാണ് ഇവരുദ്ദേശിക്കുന്നത്. ഞാൻ ട്രാൻസ്ലേഷൻ അല്ലത്. എൻ്റെ ഏറ്റവും വലിയ അതിനകത്ത് പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് ബഷീർ ഞാൻ എന്ന് പറഞ്ഞ ഒന്നാം ഇതിൽ പറയുന്ന ഒരു കഥയാണത്. എഴുത്തുകാരൻ്റെ അതേ ഇതിൽ പറയുന്നത്. ആ എഴുത്തുകാരനെ എനിക്ക് സൃഷ്ടിക്കേണ്ടി വന്നു സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ബഷീറിൻ്റെ തന്നെ കഥകളിലെ മറ്റു കഥകളിൽ നിന്നുള്ള ചില കഥാപാത്രങ്ങളെ ഞാൻ എടുത്തു. എൻ്റെ തന്നെ കഥാപാത്രങ്ങളെ സൃഷ്ടിച്ച് അതിനകത്തേക്ക് വിട്ടു. അതൊന്നും ആൾ തിരിച്ചറിയത്തില്ല. ബഷീർ എഴുതുകയാണെന്ന് വിചാരിക്കുള്ളൂ കണ്ടാൽ. അങ്ങനെ അത് ചെയ്തത്. ഒരു സിനിമ എന്ന് പറയുന്നത് സംവിധായകൻ്റെ കയ്യിലിരിക്കേണ്ട സാധനമാണ്. തീർച്ചയായിട്ടും അതിന് വേറെ ആൾക്കാരുടെ അഭിപ്രായത്തിൽ ചാഞ്ചാടേണ്ട ഒരു ഉൽപ്പന്നമല്ല. അത് വേറൊരു തരം ഫിലിം മേക്കിംഗ് ആണ്. ഇവിടെ ഈ പറഞ്ഞ നാരായണി എന്നുള്ള കഥാപാത്രം എനിക്ക് തോന്നുന്നു ഏതൊരു സിനിമ മേക്കർക്കും പ്രലോഭനം ഉണ്ടാവും. എന്താ കാരണം വെച്ചാൽ അവിടെ ഒരു അഡീഷണൽ ചേരുവ വരാൻ ഉള്ളൊരു സാധ്യതയാണ്. ഒരു സുന്ദരിയെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ത്രീ സാന്നിധ്യത്തെ കൊണ്ടുവന്ന് അതിനെ ഒന്ന് റിച്ച് ആക്കാൻ കഴിയുന്ന ഒരു വല്ലാത്തൊരു അട്രാക്ഷൻ മനസ്സിലുണ്ടാകേണ്ടതാണ്. പക്ഷെ താങ്കളത് വേണ്ടാന്ന് വെച്ചു. വരട്ടെ. ഇന്ന് സിനിമ കാണുന്ന എല്ലാവരും, സിനിമാ ലോകത്തുള്ള ലോകം മുഴുവനും എല്ലാവർക്കും എൻ്റെ ശബ്ദം തിരിച്ചറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് മതിലുകൾ എന്ന് പറയുന്ന പടമാണ്. മതിലുകളിൽ എൻ്റെ ശബ്ദവും സാറ് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മളത് ടേക്കിലേക്ക് ഓക്കെ പറയുന്നത്. അത് ഓക്കെ എന്നൊന്നും പറയത്തില്ല, ശരിയായിട്ടുണ്ട് കേട്ടോ എന്നേ പറയുള്ളൂ. ഈ ഒരു സ്നേഹവും ഈ ഒരു ബഹുമാനവും എന്നും സാറിൻ്റെ കയ്യിൽ നിന്ന് എനിക്കുണ്ടാവും. മേലിലുള്ള പടങ്ങളിൽ എന്നെ വിളിക്കാതിരിക്കരുത്. ഒരു സീൻ മതി ചെയ്യുമല്ലോ, മറക്കരുത്. അടുത്ത പടം നമുക്ക് ഉടനെ തുടങ്ങണം. ഇതുകൊണ്ട് 10 വർഷം അങ്ങ് പോയാൽ ശരിയാവത്തില്ല കേട്ടോ. അതുകൊണ്ട് അടുത്ത പടം ഉടനെ തുടങ്ങുമല്ലോ, ഉടനെ തുടങ്ങണം. നല്ല റോള് തരണം. ലളിത ചേച്ചിയുടെ KPS ലളിതയുടെ ശബ്ദം ഇതിന് പറ്റുന്ന ശബ്ദമാണെന്ന് സാറെ ഞാൻ തിരിച്ചറിഞ്ഞു. ബഷീറിൻ്റെ ആ ഡയലോഗ് കറക്റ്റായിട്ട് ആ സ്ത്രീക്ക് യോജിക്കത്തൊക്കെ വേണം പറയാൻ. ഞാനൊരു 10-25 പേരെ ഓഡീഷൻ ചെയ്തു. പലർക്കും ഭാഷ തന്നെ വൃത്തിയായിട്ട് പറയാൻ പറ്റുന്നില്ല. പലർക്കും അതിൻ്റെ ആ ഒരു ടോൺ കൊണ്ടുവരാൻ വിഷമമാണ്. ഇവര് അതിനകത്ത് എല്ലാ ഒരു എന്താ പറയുന്നത് അതിന്റെ കുരുപ്പെല്ലാം ഉണ്ട്. ഒരു സെക്ഷൽ ഓവർ ടോൺസ് ശരിക്കുണ്ട് ആ പറയുന്നതിനകത്തൊക്കെ ഉണ്ട്. അയാൾ ചോദിക്കുമ്പോൾ എത്ര പേരുണ്ടെന്ന് ചോദിക്കുമ്പോൾ 76 കിഴവികളും ഒരു സുന്ദരിയും എന്താ പറയുന്നത്. ഇങ്ങനെ കളിപ്പിക്കുന്ന ഒരു വളരെ സുന്ദരമായിട്ടുള്ള ഒരു ഡയലോഗ് സീനാണ്. ഒരു ഡുവറ്റാണ്. അതിനാണ് ആ പ്രണയം യഥാർത്ഥത്തിൽ അവളതിങ്ങനെ അത് ആ ശബ്ദം കൊണ്ട് വേണം അത് മുഴുവൻ ധ്വനിപ്പിക്കാനായിട്ട്. അപ്പോൾ അതിന് ശരിക്കും അതുപോലെ റെൻഡർ ചെയ്യാൻ കഴിയുന്ന ഒരു ആർട്ടിസ്റ്റിനെ പറ്റുള്ളൂ. ലളിത അത് കറക്റ്റായിട്ട് ലളിത ശബ്ദത്തിൽ അത് നല്ല ഭംഗിയായിട്ട് സുന്ദരമായിട്ട്. സാറിന്റെ പ്രത്യേകത കഥാപാത്രങ്ങൾക്കൊപ്പം തന്നെ കഥാപാത്രത്തിന്റെ പശ്ചാത്തലം അത് വളരെ പ്രാധാന്യം. താങ്കൾ അതിന് ഒരുപക്ഷെ ആ പ്രകൃതിക്ക് അതിന്റെ ആംബിയൻസിൽ ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംവിധായകൻ ഉണ്ടോന്നൊരു കാര്യം സംശയമാണ്. അപ്പം ഒരു എലി പോലും എങ്ങനെ ഇരിക്കണം, എലി എങ്ങനെ പെരുമാറണം, എലിക്ക് കട്ടൊന്നും ആക്ഷനൊന്നും പറയാൻ പറ്റില്ലല്ലോ സാറേ. ഇല്ല. പക്ഷേ എങ്കിലും താങ്കൾ പറഞ്ഞിട്ടുണ്ടാകാമെന്നാണ് താങ്കളുടെ സുഹൃത്ത് പറഞ്ഞത്. അവിടെ ഡയറക്ടർ എലിയാണ്. പക്ഷെ താങ്കളുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ ആ എലി തിരിച്ചറിഞ്ഞുകൊണ്ട് അഭിനയിച്ചു എന്നും പറയുന്നവരുണ്ട്. താങ്കൾ ഉദ്ദേശിക്കാത്ത റിസൾട്ട് ആ എലി നൽകിയെന്നുള്ളതാണ്. ഇതുപോലെ പ്രകൃതി ഒരുപക്ഷെ താങ്കളുടെ സിനിമയെ ഒരുപാട് എൻറിച്ച് ചെയ്തിട്ടുണ്ട്, സമ്പുഷ്ടമാക്കിയിട്ടുണ്ട്. എനിക്കൊന്ന് ഈ മതിലുകളിൽ തന്നെ
കാക്കയും മൈനയും എല്ലാം വന്നിട്ടുണ്ട് അല്ലേ? ഒരു ജീവജാലം പോലും താങ്കളുടെ സിനിമയിൽ നിന്ന് വിട്ടുപോയിട്ടില്ലെന്ന് ഒരാൾ പറഞ്ഞു. ഇവരെല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ വൃക്ഷങ്ങൾ, അതിലെ പക്ഷികൾ, അതുപോലെ അണ്ണാൻ്റെ കൂട്ടുള്ള ജന്തുക്കൾ, പിന്നെ പശു, പക്ഷി, പട്ടികൾ, ഇതെല്ലാം ചേർന്നാണ് നമ്മൾ ജീവിതം. നമ്മളൊന്നിനെ മാത്രം നമ്മൾ ഡയലോഗ് പറഞ്ഞ് തീർക്കുന്ന കഥയല്ല. നമ്മളും എല്ലാം കൂടെ ചേർന്നിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കുറേ ദിവസത്തേക്ക് കാക്കയെ കണ്ടിട്ടില്ല, എനിക്ക് വിഷമമാണ്. അത് താങ്കളുടെ സാധാരണ പറഞ്ഞായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. താങ്കൾ ഈ കാക്കയെ നോക്കിയിരിക്കില്ല പണിയുന്നത്. കാക്ക നല്ല രസമുള്ളൊരു ഒരു പക്ഷിയാണ്, വളരെ ബുദ്ധിയുള്ളൊരു പക്ഷിയാണ്. നമ്മളിപ്പോൾ കാക്കയ്ക്ക് ഒരു ദിവസം ഒരു സമയത്ത് ഇങ്ങനെ വല്ലതും ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ ഒക്കെയല്ല, കൃത്യമായിട്ട് ആ സമയത്ത് കാക്ക വരും അത് കഴിക്കാനായിട്ട്. അടുത്ത ദിവസം അതിനടുത്ത ദിവസം വരും. 3 ദിവസം മുടങ്ങിയാൽ പിന്നെ 4 ദിവസം വരത്തില്ല. ഇവർക്കെന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അറിയാം. ഒരിക്കൽ ഞാൻ യോഗാസനം ചെയ്യുന്ന സമയത്ത് എൻ്റെ വീട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ശവാസനത്തിൽ കിടക്കാൻ. അപ്പോൾ കാക്ക വന്ന് ഇതിൻ്റെ അകത്തുകൂടെ മുകളിൽ നിന്ന് ആ റൂഫിൽ നിന്ന് താഴോട്ട് നോക്കിയാൽ ഇങ്ങനെ കിടക്കുന്ന കാണാം. കാക്ക കരച്ച് പുള്ളി ക്ലോസ് ആയതാണ്. അപ്പം അവിടെ ഇത് കാന്ന് വിളിച്ചാൽ മതി. കാരണം ഇവിടെ ഇനി ഉടനെ ശാപ്പാടുകൾ കിട്ടുമെന്നാണ്. 10 ആൾ കൂടുമല്ലോ. അപ്പം ശാപ്പാടുകൾ വകയുണ്ടെന്നുള്ളതാണ്. കാക്കയുടെ ഞാൻ പറഞ്ഞു ആയില്ല, വെറും ആസനമാണ്. കാക്കയുടെ മുഖഭാവവും ഭാഷ എല്ലാം താങ്കൾ നന്നായിട്ട് അറിയാം. കേരളത്തെ ഏറ്റവും കൂടുതൽ കാക്കയെ നോക്കിയിട്ടുള്ളത് പിന്നെ അടൂർ സാർ ആയിരിക്കണം. വേണമെങ്കിൽ കാക്കയെ മാത്രമല്ല എല്ലാ ജന്തുക്കളെയും ഞാൻ സംരക്ഷിച്ചു. ഏത് സിനിമയുടെ ലൊക്കേഷനിൽ പോയാലും അവിടെ ഇതുവരെല്ലാം വരും, അതിനെ സമ്പുഷ്ടമാക്കാൻ വേണ്ടി. എനിക്കൊന്ന് മതിലുകളിലും ഇവരെല്ലാം സജീവമായിരുന്നു. ഈ കഥാപാത്രങ്ങളെല്ലാം വളരെ സജീവമായി. എല്ലാവരും മതിലുകൾക്കകത്ത് കഴിഞ്ഞിട്ടും അത് പുറത്തേക്ക് പോകുന്നില്ലല്ലോ. അവിടെ പോലും ഇവരെല്ലാം വന്നിരിക്കും. സ്വാതന്ത്ര്യത്തെ പറ്റി പറയുന്ന ഒരു സീക്വൻസ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ കിളികളെല്ലാം വന്നിട്ട് ആ മതിലുകളിൽ ഇരുന്നിട്ട് പറക്കുന്നത്. അപ്പോൾ ആ താങ്കൾ മനസ്സിൽ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ ആ സിനിമയെ പൊലിപ്പിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് ഇവർ മാറുന്നു. അവരെല്ലാം നമ്മളോട് സഹകരിക്കും. പക്ഷെ നമ്മളും കൂടെ അവരെ അറിയണം. അത് വളരെ പ്രധാനമാണ്. കാരണം എൻ്റെ ക്യാമറമാനും അവരൊക്കെ എപ്പോഴും റെഡി ആയിരിക്കണം. എന്ത് ഞാൻ ടപ്പ് എന്ന് പറഞ്ഞിട്ട് വിളിച്ചാൽ ഉടനെ റെഡി ആയിട്ടിരിക്കണം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പുതിയ പടം ചെയ്യുമ്പോഴേ എടോപ്പാതി തുടങ്ങിയിരുന്നു. വലിയ മഴ പെയ്തു. കാലവർഷമാണ് ശരിക്കും പെയ്തു. കാലവർഷം പെയ്തപ്പം പെട്ടെന്ന് എനിക്ക് തോന്നി ഇത് ഷൂട്ട് ചെയ്യാമെന്ന്. അപ്പോൾ തന്നെ രാധാകൃഷ്ണൻ്റെ ഒരു ഗുണം അതാണ്. രാധാകൃഷ്ണൻ ഉടനെ ഒരു അല്പം പോലും സമയം കളയാതെ റെഡി വെച്ച് ക്യാമറ വെച്ച് റെഡി ഷൂട്ട്. 2-3 നല്ല മനോഹരമായിട്ടുള്ള ഷോട്ട്. അതിനകത്ത് ഇടി വെട്ടുന്നത് വരെയുണ്ട്. അത് ചേർത്ത് ഞങ്ങൾ ഷൂട്ട് ചെയ്തു. പക്ഷെ നമ്മുടെ നാട്ടിൽ കാലവർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തെ ഒരു കാലത്തിൻ്റെ കൗണ്ടാണ് ശരിക്കും പറഞ്ഞാൽ പെയ്യുന്ന മഴ. ഒരു വർഷം കഴിഞ്ഞതാണ്. കാലവർഷം നമ്മൾ പേരിട്ടിരിക്കുന്നത് കൊണ്ടാണ്. കാലം കടന്നു പോകുന്നതിൻ്റെ ഒരു കൗണ്ടാണ് ഈ കാലവർഷം, അതായത് ഇടവപ്പാതി എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ കാലം കടന്നു പോകുന്നതിനായിട്ട് അത് ഉപയോഗിച്ചിരിക്കുന്നത് പടത്തിനകത്ത്. ഒരു ലോങ് ഇൻ്റർവെല്ലുണ്ട് പടത്തിനകത്ത്. അത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഈ പെരുമഴയാണ്. മഴയെ ഒരിക്കലും അടൂർ സാറിന് ഒഴിവാക്കാൻ പറ്റില്ല. എനിക്ക് വലിയ ഇഷ്ടമാണ്. സ്വയംവരത്തിൽ തുടങ്ങിയതാണ്. അതെ. പിന്നീട് മഴ, കുളം, കുളക്കടവ്, മലയാളത്തിന്റെ എല്ലാ തനിമയും എല്ലാ ചിഹ്നങ്ങളും, അതിപ്പോൾ തെങ്ങായിരിക്കാം, പനയായിരിക്കാം, അതിൻ്റെ ശബ്ദങ്ങളായിരിക്കാം, ഇതെല്ലാം താങ്കളുടെ സിനിമയിൽ ഒപ്പിയെടുക്കും. ഇല്ല, എനിക്ക് പ്രകൃതിയായിട്ട് ചേർന്നാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് അതിനോടെല്ലാം സ്നേഹമാണ്, എന്നോടും സ്നേഹമാണെന്ന് തോന്നുന്നത്. അതുകൊണ്ടായിരിക്കാം ചിലർ പറഞ്ഞത് സത്യജിത്രയെ പോലും ഒരു ഘട്ടത്തിൽ ഒന്ന് അപ്പുറത്തേക്ക് കാലെടുത്ത് വെച്ചെങ്കിൽ പോലും അടൂർ സാറ് ഇതുവരെ കാല് വേറെ എവിടേക്ക് എടുത്തു വെക്കാൻ തയ്യാറല്ല. മലയാളത്തിൽ നിന്നുകൊണ്ട് മാത്രമേ അദ്ദേഹം സിനിമയിൽ ഒരു മാറ്റമില്ല. നമ്മൾ ഈ ബോംബെയിലൊക്കെ പോകുമ്പോഴേ പത്രക്കാർ വന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: ഹിന്ദിയിൽ എന്നാ ഒരു സിനിമ എടുക്കുന്നത് എന്നാണ്. ഞാൻ ചോദിക്കും, എന്തിനാ ഹിന്ദി പടങ്ങളുടെ ആവശ്യം എന്താണ്? യൂണിവേഴ്സൽ. അതെ, സംഭാഷണം മനസ്സിലാകാൻ വേണ്ടി സബ്ടൈറ്റിൽ വായിക്കാം. ഹിന്ദി പടം എടുക്കുന്നവർക്ക് മാത്രമേ സിനിമയിൽ നിലനിൽപ്പുള്ളൂ എന്നുള്ള അവസ്ഥ നല്ലതല്ല. ഇന്ത്യയെ പോലെ പ്രധാനപ്പെട്ട ഒരു ഭാഷയാണ് മലയാളവും. അതുപോലെ പ്രധാനപ്പെട്ട ഭാഷയാണ് തമിഴ്, തെലുങ്ക്, കന്നഡം എല്ലാം. എന്തോ ഹിന്ദിക്ക് എന്തോ പ്രത്യേകിച്ച് പ്രാധാന്യം എന്താണ്? സിനിമയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക ഭാഷയില്ല. അടൂർ സാറിന്റെ പക്ഷേ കഥകളെല്ലാം സാറിന്റെ കഥകൾ തന്നെയാണ്. സാറ് കഥകൾ അപൂർവമായിട്ട് ചില സമയങ്ങളിൽ എനിക്ക് മനസ്സിൽ അങ്ങനെ തൃപ്തികരമായിട്ടൊന്നും തോന്നാത്ത ചില സമയങ്ങളിൽ മുമ്പ് വായിച്ച് മറന്നുപോയ ചിലതൊക്കെ എടുത്ത് ഞാൻ പിന്നെ കഥ താങ്കൾ ആശ്രയിച്ച ഒരു സിനിമയാണ്. അതെ, വരട്ടെ. അതെ. ഒട്ടേറിലേക്ക് മമ്മൂട്ടി അങ്ങോട്ട് ഒരു പരകായ പ്രവേശനമാണ്. അതെ. സാധാരണ ഒരു പോപ്പുലർ ആക്ടർ ഒരിക്കലും അങ്ങനെ റോളിലോട്ട്
മറ്റ് ഭാഷകളിൽ വരുന്ന ആരും ബോധമൊന്നുമില്ല. നമ്മുടെ നടന്മാർക്കുള്ളൊരു വലിയ ഗുണം അതാണ്. അവർക്ക് വളരെ വ്യത്യസ്തമായ റോളുകൾ ചെയ്യുന്നത് വളരെ താല്പര്യമാണ്. നല്ല നടന്മാരാണ്, അതുകൊണ്ടാണ് അവർക്ക് സാധിക്കുന്നത്. ഇത് കുറച്ച് കഷ്ടപ്പെട്ടു സാർ ഈ സിനിമയ്ക്ക് വേണ്ടി അല്ലേ? ഒരുപാട് ഒരുപാട്. കാരണം ഇതൊരു വനപ്രദേശമാണ്. കർണാടകത്തിലെ ഒരു കുന്നും കുഴിയൊക്കെ ആയിട്ടുള്ള ഒരു പ്രത്യേക സ്ഥലമാണത്. പക്ഷെ അതിന് ഫലമുണ്ടായിരുന്നു. അതിന് ഫലമുണ്ടായി. എനിക്ക് തോന്നുന്നു മറ്റൊരു നടനെ കൂടി താങ്കൾ സമ്മാനിച്ചതില്ലേ, ഗോപകുമാറിനെ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ചു. ഗോപകുമാറും അതുപോലെ വളരെ നല്ല കഴിവുള്ള നടനാണ്. കൊടിയേറ്റം ഗോപി ശങ്കരൻകുട്ടി എങ്ങനെ മലയാളിക്ക് നിത്യ സംഭാഷണങ്ങൾ വിഷയമായി എന്ന് പറഞ്ഞ പോലെ തുമ്മി എന്നുള്ളൊരു പദം താങ്കൾ ഈ സിനിമയിലൂടെ മലയാളിക്ക് കൊടുത്തു. ഇന്ന് വിധേയനായി നിൽക്കുന്നവനെ തുമ്മി എന്ന് വിളിക്കുന്ന ഒരു രീതി. പക്ഷെ സക്കറിക്ക് വേണ്ട രീതിയിൽ അത് ഇഷ്ടപ്പെട്ടില്ല. അല്ല, സക്കറിയ എന്നോട് പറഞ്ഞത് ഞാൻ തൊമ്മിന്ന് ഒരു പേരായിട്ടായിട്ട് ഗോപാലകൃഷ്ണൻ അയാളെ ക്രിസ്ത്യാനി ആക്കിയെന്നു. കാരണം തൊമ്മിന്നൊരു പേരായിട്ട് എനിക്ക് നിർത്താൻ ഒക്കുകയല്ല. തൊമ്മി എന്തിനോട് വന്നു, എങ്ങനെ വന്നു, എവിടുന്ന് വന്നു, ഇതെല്ലാം എനിക്ക് അന്വേഷിച്ച് കണ്ടുപിടിച്ചേ ഒക്കെയുള്ളൂ. അതുപോലെ ഈ വ്യവസ്ഥ ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇയാൾ ശരിക്കും രണ്ടുപേർക്കും അയാൾ പട്ടേലരായിട്ട് അഭിനയിക്കുന്ന ഭാസ്കര പട്ടേലർ, അയാൾ പട്ടേലരല്ല. ആ കുടുംബത്തിലെ പട്ടേലർ എന്ന് പറയുന്ന ആ കുടുംബക്കാർ മുമ്പ് പട്ടേൽസ് ഉണ്ടായിരുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ അവർ പട്ടേലരല്ല. പക്ഷെ നാട്ടുകാരെല്ലാം പഴയ ഒരു പട്ടേൽ കുടുംബം എന്നുള്ള നിലയിൽ അവരെ ബഹുമാനിക്കുന്നുണ്ട്, അത്രേ ഉള്ളൂ. പക്ഷെ അയാളുടേത് ഇമാജിൻഡാണ് അയാളുടെ പവർ. അതുപോലെ തൊമ്മി ഒരു വരുത്തനാണ്. അവിടെ അയാൾക്ക് അവിടെ വേരുകളില്ല. പക്ഷെ അയാൾ വിചാരിക്കുന്നത് ഇയാളുടെ ദയ ഉണ്ടെങ്കിൽ അവിടെ കഴിയാൻ ഒക്കുള്ളൂ. ഇയാൾ വളരെ പവർഫുള്ളാണ്. അയാൾ കീഴടങ്ങിയില്ലെങ്കിൽ നിലനിൽപ്പില്ല എന്ന് വിചാരിക്കുന്നു. തനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല എന്നുള്ള കാര്യം അയാൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ രണ്ടുപേർക്കും അജ്ഞതയിലാണ് രണ്ടുപേരുടെയും പൊസിഷൻസ്. പക്ഷെ ഒരാൾ കീഴ്പ്പെടാൻ റെഡിയായിട്ട് നിൽക്കുമ്പോൾ മറ്റേയാളെ മുകളിലേക്ക് മേൽക്കോമയിലേക്ക് പോവുക. അതാണ് അതിൻ്റെ ആ അധികാരം ക്ഷയിക്കുന്നതിന്റെ എല്ലാ ചിഹ്നങ്ങളും സാർ ആ സിനിമയെ കൊണ്ടുവന്നിട്ടുണ്ട്. എനിക്കൊന്ന് മറ്റേ കൈ ഒടിഞ്ഞ കസേര ഉൾപ്പെടെ അതിനകത്ത് ഓരോ എന്താ പറയാ ഇൻഗ്രീഡിയന്റും അതിനെ വിഭാവനം ചെയ്യുന്നതായിരുന്നു. സാറിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പടമെന്ന് പറയാവുന്നത്, ആത്മകഥാപരമായിട്ട് വേണമെങ്കിൽ പറയാവുന്ന പടം ഇതായിരുന്നു. ഇതിൽ സാർ ഒരുപാടുണ്ടോ? ഒരുപാടുണ്ടോ? അങ്ങനെ മുഴുവനായിട്ടില്ല, കുറേയൊക്കെ ഉണ്ട്. എൻ്റെ ജീവിത പശ്ചാത്തലമുണ്ട് അതിനകത്ത്. നമ്മുടെ സ്വന്തം അനുഭവങ്ങൾ അതുപോലെ അങ്ങോട്ട് എടുത്ത് വെക്കാൻ ശരിയാവില്ല. അതിനെ ഒന്ന് യൂണിവേഴ്സലൈസ് ചെയ്യണം. കാരണം കാണുന്നവർക്കും അവരുടെ ജീവിതമായിട്ട് അതിനെ റിലേറ്റ് ചെയ്ത് കാണാൻ കഴിയണം. അത് വളരെ പ്രധാനമാണ്. അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങളുടെ ലെവലിൽ തന്നെ നിൽക്കുകയുള്ളൂ. ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു താങ്കളുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം വന്നിട്ടുണ്ട്. അമ്മ രോഗിയായിട്ട് അവളെ അമ്മ, അതെല്ലാം കറക്റ്റ്, എല്ലാ ഘടകങ്ങളും വന്നിട്ടുണ്ട്. പശ്ചാത്തലം മുഴുവൻ അതിന് ഉതകുന്ന രീതി. അതെ. പക്ഷെ ചില കാര്യങ്ങൾ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ അതിനെ മാറ്റിയിട്ടുണ്ട്. പക്ഷെ ആ കഥ അതുപോലെ പറയുകയല്ല ചെയ്യുന്നത്, അതൊരു ഉപയോഗിച്ചെന്നുള്ളതേ ഉള്ളൂ. ഒരാൾ ഇതിനെ കുറിച്ച് പറയാൻ വേണ്ടി വരാം. അടൂർ സാറിന് എൻ്റെ നമസ്കാരം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തനി കൊമേഴ്ഷ്യൽ കോമഡി സിനിമകൾ അഭിനയിച്ചുകൊണ്ടിരുന്ന സമയത്താണ് സാറിനെ കഥാപുരുഷൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കാൻ വേണ്ടി ക്ഷണിച്ചത്. ശരിക്കും ആദ്യം ആരെങ്കിലും എന്നെ പറ്റിക്കാനാണോ, ഇത് സാറല്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. കഥാപുരുഷൻ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിന് അവിടെ വന്നപ്പോഴാണ് സാർ അതിൻ്റെ കഥാപാത്രത്തെക്കുറിച്ചും അതിൻ്റെ ഡയലോഗ്സിനെ കുറിച്ചുമൊക്കെ ആ സ്പോട്ടിൽ വെച്ചിട്ടാണ് സാർ എന്നോട് പറഞ്ഞു തന്നത്. ശരിക്കും അത് സാറിൻ്റെ സിനിമയല്ലാതെ ഒരു കൊമേഴ്ഷ്യൽ സിനിമയാണെങ്കിൽ അത് ആ കഥാപാത്രം ഒരു ഹീറോ ആയനെ. ഒരു ദിവസത്തെ റോളല്ല അത്. മുകേഷ്, ഇങ്ങനെയുള്ള ഈ മുകേഷ് ഈ സാറിന്റെ ഭാഷ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിലവാരം കുറഞ്ഞ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുകേഷ് തന്നെ സംബന്ധിച്ചതുപോലെ സാറിന്റെ സിനിമയിലേക്ക് വരുന്നത്. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ മറ്റ് പെർഫോമൻസ് ഒക്കെ സാറ് ശ്രദ്ധിച്ചിരുന്നു? ഈ കോമഡി കോപ്രായങ്ങളൊക്കെ താങ്കൾ ശ്രദ്ധിച്ചിരുന്നു? നല്ല നടന്മാരാണ് ഇവരെല്ലാം. അവരുടെ പൊട്ടൻഷ്യൽ നമുക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. എല്ലാവരും നല്ല നടന്മാരാണ്. മോശപ്പെട്ട ആളുകൾ ആരും ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ടില്ല. മലയാളത്തിലെ നടികൾ കുറവാണ്. പക്ഷേ നടികൾ നമുക്ക് ലളിതയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇപ്പോൾ പുതിയ ആർട്ടിസ്റ്റിൻ്റെ ഇടയിൽ കാവ്യമുണ്ട്. അങ്ങനെ അപൂർവം പേരേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ഇവരെയൊക്കെ നന്നായി ഉപയോഗപ്പെടുത്തിയ നല്ല നടന്മാരെ നമുക്ക് കിട്ടും. അതെ. പക്ഷേ ദൗർഭാഗ്യവശാല് ഇപ്പോൾ അത് പലപ്പോഴും സംഭവിക്കുന്ന ശിവാജി ഗണേശൻ, നമുക്കെല്ലാം അറിയാം, അദ്ദേഹം ഒരു മഹാനായ ആക്ടറായിരുന്നു, മഹാനായ നടനായിരുന്നു. പക്ഷെ ഒരു സിനിമയുണ്ടോ അതിനെ മനുഷ്യനെ കൊണ്ട് കാണിക്കാൻ കൊള്ളാവുന്ന ഒരു സിനിമയുണ്ടോ? ഇല്ലല്ലോ. അവരുടെ ദൗർഭാഗ്യമാണ്, നമ്മുടെയും ദൗർഭാഗ്യമാണ്. ഇത്രയും വലിയൊരു നടൻ നമ്മുടെ കൂടെ ജീവിച്ചിരുന്നിട്ട് നമുക്ക് അദ്ദേഹത്തെ ശരിക്കും ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. അമിതാഭ് ബച്ചൻ വലിയ ആക്ടറാണ്,
നമുക്കെല്ലാം വലിയ ഇഷ്ടമാണ് ആ ആക്ടർ എന്നുള്ള നിലയിൽ. സിംഗിൾ ഫിലിം ഉണ്ടോ അദ്ദേഹം അഭിനയിച്ച് കൊള്ളാവുന്നത്? അത് അവരുടെ ദൗർഭാഗ്യമാണ്, നമ്മുടെയും ദൗർഭാഗ്യമാണ്. സാർ, അത് മാർക്കറ്റും ഇൻഡസ്ട്രി അവരെ ഹൈജാക്ക് ചെയ്യുക, അതെ അവരെ റാഞ്ചി എടുക്കുക, അതെ, അവരും അതിൽ കീഴ്പ്പെട്ടു പോകും. പോകും. ഒരുപക്ഷെ സാറ് നേരത്തെ അത് കൊടുക്കുന്ന സൗകര്യങ്ങളും സുഖങ്ങളും ഒന്നും അതാണ് അതാണ് ഇപ്പം ഇറസിസ്റ്റബിൾ ആണ്.